സത്യം പറഞ്ഞാൽ ഇപ്പോ ഹൈക്കമാൻഡും അതുപോലെ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗവും പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രസക്തി പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ ഒരു താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് UDFന്റെ നേതൃത്വത്തിലായാലും കോൺഗ്രസ് നേതൃത്വത്തിലായാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ പ്രതിനിധികൾ ആരും ഇല്ല എന്നുള്ളൊരു പോരായ്മ അത് മധ്യ തിരുവിതാംകൂറിൽ, അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും സൃഷ്ടിക്കാവുന്ന ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വികാരം ഇല്ലായ്മ ചെയ്യാനാണ്, അത് ലഘൂകരിക്കാനാണ് ഈ ശ്രമം ഈ KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ നേരത്തെ തന്നെ പല ചർച്ചകളിലും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭ കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റിനെ മാറ്റി ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് ഇതുവരെ നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സഭാ മേലധ്യക്ഷന്മാർ വളരെ രഹസ്യമായിട്ട് ഏതെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു വേദിയിലും പരസ്യമായിട്ട് അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം, ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ആളെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ടോ എവിടെയും ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ചാനലും അങ്ങനെ ഒരു സൂചന പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ അതിന് അടിവരയിടുന്ന രീതിയിലാണ് ദീപിക ദിനപത്രം പറയുന്നത്. ഞങ്ങള് ആരെയും, അതായത് കത്തോലിക്ക സഭയിൽ നിന്ന് ആരും KPCC പ്രസിഡന്റ് ആകണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും മതവാദിയെ അല്ല, മതേതരത്വം മനസ്സിലുള്ള ആളുകളാണ് ആ സ്ഥാനത്ത് വരേണ്ടത്. ഒരു മതവാദി അല്ല, അല്ലെങ്കിൽ മതത്തിന്റെ ആളല്ല എന്ന് വളരെ കൃത്യമായി പറയുകയോടി ചെയ്യുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു വാദം ഇപ്പൊ അപ്രസക്തമാകുകയാണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് മാറ്റുന്നു എന്നുള്ള വാദത്തിന് ഇനി അത്രമേൽ ഒരു പ്രസക്തി ഇല്ല, അത് വിലപ്പോവില്ല എന്നുള്ള. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ AICC നേതൃത്വം, പ്രത്യേകിച്ച് AICC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും K സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചതിന് പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. അതൊരു നിഷ്കളങ്കമായ ഒരു കൂടിക്കാഴ്ചയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തെ കാണാനോ K സുധാകരൻ പറഞ്ഞ പോലെ അഭിനന്ദിക്കാനോ ഒന്നും വേണ്ടി ആയിരുന്നില്ല. മറിച്ച് അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പിന്നെ പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളെ മാറ്റാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. സുജന മര്യാദ അനുസരിച്ച് അവർ കൃത്യമായൊരു സൂചന കൊടുത്തു. അദ്ദേഹമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അദ്ദേഹത്തെ മാന്യമായി സ്വീകരിച്ചു, അതിലേറെ മാന്യമായി അദ്ദേഹത്തെ യാത്രയാക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് സുധാകരൻ വളരെ ഹാപ്പി ആയിരുന്നു. പാർട്ടിയാണ് എന്നെ പ്രസിഡന്റ് ആക്കിയത്, ആ പാർട്ടി പറഞ്ഞാൽ ഞാൻ മാറും, എനിക്ക് ഒരു വിരോധമില്ല, ഞാനത് മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സുധാകരൻ കേരളത്തിൽ വരുന്നവരെ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പകലും രാത്രിയും കഴിയുന്നവരെ അതിനെക്കുറിച്ച് എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് എന്തായിരുന്നു AICCക്ക് തടസ്സം? ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആ സമയത്ത് ഇതിന്റെ പിന്നാലെ, സുധാകരനെ യാത്രയാക്കിയതിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂറിനകം ഈ തീരുമാനം എടുത്ത് KPCCക്ക് പുതിയ പ്രസിഡന്റിനെ നിയോഗിച്ചിരുന്നെങ്കിൽ ഈ ചർച്ചകളൊക്കെ അവിടെ അവസാനിച്ചേനെ. ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് ചർച്ചകൾ, അല്ലെങ്കിൽ കുറച്ച് സുധാകരനായാലും അല്ല അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരായാലും ശരിയായില്ല, തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് വന്നേനെ. എങ്കിൽ പോലും ഇതുപോലൊരു നീണ്ടുനിന്ന ചർച്ചയ്ക്കോ ഇതുപോലെ അവസാനം AICC ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കൺഫ്യൂഷനിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ AICCക്ക് വലിയൊരു തെറ്റ് പറ്റി. ഒന്നുകിൽ ഒരു തീരുമാനം എടുക്കേണ്ടതില്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പുകളുടെ തൊട്ടു മുമ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച വരാൻ പോകുന്നു. ഈ സമയത്ത് ഒരു നേതൃമാറ്റത്തെ കുറിച്ച് ആലോചിക്കരുതായിരുന്നു. ഇനി ആലോചിച്ച സാഹചര്യത്തിൽ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ തീരുമാനം ഉടനടി പ്രഖ്യാപിക്കണമായിരുന്നു. മാത്രമല്ല, ഇപ്പോ ഘടകകക്ഷികൾ പോലും അതിൽ അസംതൃപ്തി പറയുന്നു. എല്ലാ സമയത്തും UDFന് ഒരു സാധ്യത ഉണ്ടാകുന്ന സമയത്ത്, UDFന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ, നേതൃമാറ്റം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തർക്കം ഇത്യാദി വിഷയങ്ങളുടെ പേരിൽ ആ ഗുണകരമായ അല്ലെങ്കിൽ ആ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതാക്കുന്ന ഒരു കാഴ്ച കുറെ കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും ഇതിലൊക്കെ അസംതൃപ്തരാണ്. അവർക്ക് 2 തവണ അധികാരത്തിൽ മാറി നിൽക്കുകയാണ്. ഈ മുന്നണിയുടെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നു. അവർക്ക് അപ്പുറത്തേക്ക് ചില വലിയ ക്ഷണങ്ങളുണ്ട്, പരവതാനി വിരിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം മറന്നിട്ട് UDFൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ UDF സ്വയം കുഴിവെട്ടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ആ UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സ്വയം ആ മുന്നണിയുടെ സാധ്യതകൾ ഇങ്ങനെ കുഴിവെട്ടി മൂടുന്നൊരു സാഹചര്യം വന്നാൽ ലീഗിന് എങ്ങനെ അത് സഹിക്കാൻ പറ്റും? അപ്പൊ അവര് ശക്തമായി തന്നെ അതിന് അവരുടേതായ വികാരങ്ങൾ പ്രകടിപ്പിക്കും. AICC നേതൃത്വത്തിനെതിരെയും വിമർശനം ഉണ്ടാകും. പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിനെതിരെ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു സൂചന, അല്ലെങ്കിൽ കൃത്യമായ അറിയിപ്പുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ വേണം വിചാരിക്കാൻ.
അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാം പ്രതി ആരെന്ന് ചോദിച്ചാൽ ഞാൻ AICC പറയുള്ളൂ. AICC ആണ് ഇത് ലാഗ് ചെയ്ത് ഈ പ്രശ്നം ഇത്രയേറെ വഷളാക്കിയത്. കാരണം അവർക്ക് ഒരു ദിവസം വളരെ നല്ല അവസരം കിട്ടിയതാണ്. സുധാകരൻ പോലും ഒരു എതിർവാക്കും പറയാതെ AICCയുടെ തീരുമാനം ഞാൻ ശിരസ വഹിക്കും, ഞാൻ ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആ സുധാകരൻ പിറ്റേന്ന് കെ മുരളീധരന്റെ പ്രസ്താവന, അതായത് പ്രായമല്ല പ്രാപ്തിയാണ് പ്രശ്നം, ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ആര് പറഞ്ഞു, സുധാകരൻ വളരെ നന്നായിട്ട് KPCC പ്രസിഡന്റ് വഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആരെയൊക്കെയോ കുറ്റപ്പെടുത്തുന്ന ധ്വനി വന്നു. സുധാകരൻ അതിൽ കയറി പിടിച്ചു, ആ ഏണിയിലൂടെ കയറി. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചില പ്രസ്താവനകൾ വരുന്നു, ശശി തരൂർ പറയുന്നു. അതിന്റെ കൂടെ കേരളത്തിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന് അനുകൂലമായി പോസ്റ്റർ ഉണ്ടാകുന്നു. പാലക്കാട്, ഇപ്പൊ കോട്ടയത്ത്, ഈരാറ്റുപേട്ട, അങ്ങനെ എല്ലായിടത്തും ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം വരുന്നു. കാരണം അദ്ദേഹം ഒരു പോരാളിയാണ്, കണ്ണൂരിന്റെ കരുത്തനാണ്, മറ്റേ CPM-ന്റെ പേടി സ്വപ്നാണ് തുടങ്ങിയ അതെല്ലാം അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. മാത്രമല്ല, പകരക്കാരനായിട്ട് നിയോഗിക്കുന്ന ആന്റോ ആന്റണിയെ കുറിച്ചാണ് ഒന്നാം നമ്പറായിട്ട് പറയുന്നത്. അദ്ദേഹം കെ സുധാകരൻ ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു കാര്യമാണ്. അതായത് കെ സുധാകരന്റെ ഒരു പാരമ്പര്യമോ കെ സുധാകരന്റെ ഒരു കരുത്തോ അല്ലെങ്കിൽ ഇടതു മുന്നേ CPM-നെ വെല്ലുവിളിക്കാനുള്ള ആ ഒരു ശേഷിയോ ഒന്നും അദ്ദേഹത്തിനില്ല. പാർട്ടിയിലും ആ രീതിയിലുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനേക്കാൾ ദുർബലരായ പ്രസിഡന്റുമാരുണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എത്രയോ പേരുടെ പേരുകൾ പറയാനുണ്ട്. ഒരു പ്രസിഡന്റിന്റെ കഴിവിൽ മാത്രമല്ല പാർട്ടി ജയിക്കുന്നത് അല്ലെങ്കിൽ UDF ജയിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും കെ സുധാകരന് പകരം ഒരാളെ ഈ അസംതൃപ്തി സൃഷ്ടിച്ച് അണികളിൽ തന്നെ നിരാശ സൃഷ്ടിച്ച് ഒരു മാറ്റം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മാറ്റം സാധൂകരിക്കുന്ന രീതിയിലുള്ള ശക്തനായ ഒരു പ്രസിഡന്റ് വേണം എന്ന അണികൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. അപ്പൊ ഏതായാലും അത് ഇപ്പൊ വെളുക്കാൻ തയ്ച്ചത് പാണ്ടാവുന്നു. എന്താ പറയാ, എലി വലിയ ഊറാമ്പുലി എന്ന് പറഞ്ഞ പോലെ, നാടൻ ഭാഷയിൽ പറയുന്ന പോലെ മലയെലിയെ പ്രസവിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ പ്രസിഡന്റ് മാറ്റം പോകുന്നത്. ഇതുവരെ 4ാമത്തെയോ 5ാമത്തെ തവണയാണ് ഇപ്പൊ മാറും ഇപ്പൊ മാറ്റും എന്ന് പറയും. അവസാനം ഈ പറഞ്ഞിടത്ത് തന്നെ ഒന്നും സംഭവിക്കാതെ അവസാനിക്കുകയും ചെയ്യുന്നത് പോലെ ഈ നാടകവും ഈ പ്രസിഡന്റ് മാറ്റൽ നാടകവും അവസാനം അതിന്റെ ക്ലൈമാക്സ് ആന്റി ക്ലൈമാക്സ് ആകുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.